സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മളൊരു ബ്രീഡർ ഫാം സെറ്റ് ചെയ്തു. അത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ട്രേഡിംഗ് ഹാളാണ്. പക്ഷേ ട്രേഡിംഗ് ഹാൾ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ലൈക്ക് നോർമൽ ഒരു മൈൻക്രാഫ്റ്റ് പ്ലെയർ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് ബേസിക് ആയുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ട്രേഡിംഗ് ഹാൾ. ആൻഡ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ടാവും. അടുത്ത വീഡിയോ അടുത്ത ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഹാള് അടുത്ത നെക്സ്റ്റ് ഇന്ന് ഞായറാഴ്ച, അപ്പം അടുത്ത ശനിയാഴ്ച വരുന്നതായിരിക്കും. അപ്പം അത് നമുക്ക് അന്ന് കാണാം. ഇന്ന് നമ്മളൊരു ബേസിക് സാധനമാണ്. ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം പോലും വേണം. നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ വില്ലേജിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഈസി ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ഫാമാണിത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എത്ര സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ 179 സബ്സ്ക്രൈബേഴ്സ് നിൽക്കുവാണ്. ഒരാഴ്ച അങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഇതുവരെ അനക്കമൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞ് ഇന്ന് വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ വരുന്ന ദിവസം തന്നെയാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഇച്ചിരി ഇഷ്യൂസ് ഉള്ള കാരണമാണ് ഞാൻ ഒരു ദിവസം വീഡിയോ എനിക്ക് സ്കിപ്പായി. പക്ഷേ അതിന് മുമ്പ് എനിക്ക് കുറച്ച് ബാക്കപ്പ് വീഡിയോസ് ഉള്ള കാരണം ഇത്ര ദിവസം വന്നു. ലൈക്ക് 5-ാം തീയതി വരെ വീഡിയോ വന്നു. പക്ഷേ ഇന്ന് എനിക്കും ബാക്കപ്പ് ഇല്ല, കാരണം ഞാൻ ഇന്നോട്ട് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയേ പറ്റുള്ളൂ. അത്രയ്ക്ക് ഓക്കെ ആയിട്ടുള്ള മൈൻഡ് സെറ്റിലൊന്നും ആയിരിക്കുന്നത്. പക്ഷേ ലൈക്ക് എന്താ പറയുക, എല്ലാം സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. അത് കാരണമാണ് ഇത്രയ്ക്കൊരു ഒരു ബാഡ് ലൈക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിനൊന്നും ഇത്രയ്ക്ക് റീച്ച് ഒന്നും ഇല്ലായിരുന്നു. കാരണം ആ ഒരു മൈൻഡ് സെറ്റ് ഇരുന്നിട്ടാണ് ഞാൻ കളിച്ചതൊക്കെ. എങ്ങനെയെങ്കിലും ഒരു വീഡിയോ തട്ടിക്കൂട്ടുക എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് കളിച്ചത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നോട് നമ്മൾ പക്ക കോൺസെൻട്രേറ്റ് ആണ്. ആൻഡ് ബൈ ദ വേ ഞാൻ ഷെയ്ഡർ ഓഫ് ചെയ്തിട്ടിരിക്കുക. അയ്യോ, ഓഫാണ്. ആൻഡ് നിങ്ങൾക്ക് ഷെയ്ഡറിൻ്റെ എന്നോട് പറഞ്ഞു ഷെയ്ഡറിൻ്റെ ഒരു ഇതിടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ 2 ഷെയ്ഡറേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു 10 ഷെയ്ഡറൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വരാം. ഓക്കെ, സോ ബാക്ക് ടു ഷെയ്ഡേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ചെറിയൊരു ട്രെയിനിങ് ഹാളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം നമുക്ക് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ ഒരു 3 കുഴീനെ കുഴിക്കുക. എന്നിട്ട് നേരെ അതിൻ്റെ ഏതൊരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരെണ്ണം കുഴിക്കുക, അല്ല 2 ഇങ്ങോട്ടും കുഴിക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ അങ്ങോട്ടും 3 കുഴിക്കുക. അതായത് ഒരു യു ഷേപ്പിൽ ഇങ്ങനെ വരും. അതിൻ്റെ സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യുക ഒരു 5 വരെ. 3, 4, 5. ഓക്കെ, ആൻഡ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വില്ലേജിൽ നിന്ന് കിട്ടുന്ന എന്തൊരു സാധനം, സ്മിത്തിങ് ടേബിളോ ലൈക്ക് എന്താണേലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 5 സാധനങ്ങളാണ്. അതായത് 1 സ്മിത്തിങ് ടേബിളും, 2 ലെക്ടേൺ, 3 ഒരു ഫെച്ചിങ് ടേബിള്, 4 ഫെച്ചിങ് ടേബിൾ ആവശ്യമെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ കേട്ടോ. ഒരു കമ്പോസ്റ്ററാണ്. പിന്നെ ഞാൻ വീണ്ടും ഒരു കമ്പോസ്റ്ററിനെ എടുത്തു, കാരണം കമ്പോസ്റ്റേഴ്സ് എനിക്ക് സാധനം കിട്ടുന്നതാണ്. അപ്പം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇത്രയും കുഴി ഒഴിച്ചില്ലേ, ഇതിനകത്തേക്ക് നമ്മുടെ ഇവന്മാരെ കയറ്റണം. അതിനു മുമ്പ് ഇവന്മാർ നമ്മളൊരു ഒന്നിനും ഇത് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ബോർഡർ പോലെ കെട്ടി വെച്ചേക്കുക. ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് കാണാൻ ഇച്ചിരി ഭംഗി ഉണ്ടാവും. അത് കാരണമാണ് ഒരു 2 വീതം പൊക്കുക. ലൈക്ക് 2 വീതം അല്ല, 3 വീതം പൊക്കണം. പക്ഷെ തൽക്കാലം നമുക്കിത് മതി. ഇനി അങ്ങോട്ട് പൊക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തൽക്കാലം ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കുക. ഒന്നല്ല, ഇവിടെ കംപ്ലീറ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. എന്നാലേ അവന്മാർ അവിടെ ഇരിക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് അപ്പുറത്തു നിന്നും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് വെറൈറ്റി ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോൾ സമയമില്ല. തൽക്കാലം നമുക്കിത് മതി. ആൻഡ് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ട്രാക്ക്. ബൈ ദ വേ, നമുക്ക് ഇത്ര സാധനം, ഞാൻ ഇത്രയും നോർമൽ നമ്മുടെ വില്ലേജിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഉദാഹരണമാണ് ഇത്രയ്ക്ക് ഇതാക്കി ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 രീതിയുണ്ട്. ഒന്നെങ്കിൽ ബോട്ടിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ട്രാക്കിൽ കൊണ്ടുവരാം. ട്രാക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും. കാരണം ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന സാധനം വേണ്ടി വരും, മൈൻകാർട്ടും റെയിലും വേണ്ടി വരും. കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ ട്രാക്കാണ് ഇച്ചിരി കൂടെ യൂസേജ് കൂടുതലുള്ളത്. അപ്പം തൽക്കാലത്തേക്ക് ഇത് മതിയാവും. ലെറ്റ് സി, ഞാനിപ്പോൾ ട്രാക്ക് ഇടുന്ന കാരണം ഇപ്പം നിങ്ങൾ ഇവിടുന്ന് കണ്ട, ഇവിടുന്ന് ഇവിടുന്ന് ഒരു വില്ലേജറിനെ ഇങ്ങനെ തള്ളിയിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് രണ്ടും പൊടിച്ചാൽ മതി. അപ്പം വില്ലേജറും ഇതും ഇതിനടിയിലത്തെ ട്രാക്കും കൂടെ ഇപ്പോൾ ഒരു കാട്ടും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ വില്ലേജറിൻ്റെ അടിയിലത്തെ ഒരു ട്രാക്ക് ഇങ്ങനെ പൊടിച്ചറിഞ്ഞ ശേഷം മതി എനിക്ക്. അപ്പം എനിക്കത് കണ്ട, അവൻ അവിടെ ഇരിക്കും. പിന്നെ അവൻ അനങ്ങാൻ പറ്റൂല, അതിനനങ്ങാൻ പറ്റില്ല. ഓക്കെ, സോ ഇതുപോലത്തെ രീതിയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എനിക്ക് നിൽക്കാൻ വേണ്ടി ഒരു സ്ഥലം കൂടെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമുക്കിനിയിപ്പോൾ നമ്മുടെ വില്ലേജറിനെ കൊണ്ടുവരാം. ഒന്നുമില്ല, ഇങ്ങനെ അങ്ങോട്ട് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വളച്ച് കൊടുത്തേക്കാം.
അതിൻ്റെ ഇവിടെ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാം, ഒന്ന് ഇങ്ങോട്ടും കൊടുക്കാം, വരത്തില്ല. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം, ഇവിടുന്ന് ഇങ്ങനെ ഒരെണ്ണം. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഓരോ വില്ലേജറിനായിട്ട് കൊണ്ടുവരാം. ആൻഡ് ഇവിടെ വില്ലേജറിനെ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് പണിയുണ്ട്, കാരണം വില്ലേജിനകത്ത് കയറണമല്ലോ. ജസ്റ്റ് ഒരു ബോക്സ് ഒന്ന് ഉണ്ടാക്കിയേക്കണം ഇതിനകത്തേക്ക്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് വില്ലേജ് തള്ളിക്കയറ്റാം. ആകുമ്പോ അപ്പുറം പോയി പോയില്ല, അങ്ങോട്ട് പോകത്തില്ല. അതാകുമ്പോ ഇവിടെ നിന്ന് തള്ളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് കയറ്റിന്ന് ഉറപ്പുവരുത്തുക. അവൻ ഈ വഴി അങ്ങോട്ട് ഇട്ടേക്കുക. അവൻ അവിടെ കയറിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അപ്പൊ അവനവിടെ ചെറിയ ജോബ് എടുക്കും. അവൻ ജസ്റ്റ് ഇത് പൊട്ടിക്കുക, അതിനകത്തുള്ള അടിയിലത്തതും പൊട്ടിച്ചളയുക. അയ്യോ, ഓക്കെ, അപ്പൊ അവനോട് ഇരിക്കും. അടുത്തവനെ ഇതുപോലെ 5 എണ്ണത്തിൽ ഇങ്ങനെ കൊണ്ടുവരിക. ഈസിയാണ്, ഇത്ര ഉള്ള പരിപാടി. ഇനിയിപ്പോൾ അടുത്തവൻ ഇങ്ങനെ തന്നെ കൊണ്ടുവരണം. ഞാൻ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ ഇച്ചിരി സ്പേസ് ഇട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് മൈൻകാർട്ട് അല്ലല്ലോ, ഒരു ബ്ലോഗ് വില്ലേജർ മൈൻകാർട്ട് തള്ളുന്നു. ഇത് കയറിയില്ല, പള്ളിക്കേറ്റാൻ ശ്രമിക്കുന്നു, കയറുന്നില്ല, ഒടിച്ചുളയുന്നു. ഒന്നുകൂടെ വില്ലേജറിന് വേണ്ടി ഒരു മൈൻകാർട്ട് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നു, കയറുന്നു. ഈസി. ഇതുപോലെ നമ്മൾ പരിപാടി കൂടെ സെറ്റ് ചെയ്താൽ മതി. ഇതിങ്ങനെ പയ്യപ്പെ തള്ളി കൊടുക്കുക. അവൻ ഇവിടെ കയറും. അവൻ അടുത്ത കമ്പോസ്റ്റ് പിറ്റിനെ കയറിക്കോളും. കമ്പോസ്റ്റ് പിറ്റിനെ കൊടുക്കും. അത് പൊടിച്ചളയുന്നു. ഇതേ സെയിം മെത്തേഡ് ഇവിടെ അങ്ങനെ 5 എണ്ണങ്ങൾ സെറ്റ് ചെയ്യുക. എനിക്ക് ഇപ്പം വേറെ വഴിയില്ലാത്താണ് ഞാൻ തൽക്കാലം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ട് വർക്കാണ് ഞാൻ. ഓക്കെ, എനിക്ക് വേറെ വഴിയില്ല, കാരണമാണ്. മൈൻകാർട്ട് കയറിയില്ലേ? കയറി. ഓക്കെ, ഇതുപോലെ തന്നെ അടുത്ത സെറ്റ് ചെയ്യുക. ഞാനിപ്പം പൊളിച്ചേക്കട്ടെ, ഇങ്ങനെ നോടിക്കും. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കൊണ്ടായിരുന്നു. ചെയ്യാൻ പറ്റില്ല. പോട്ടെ. അപ്പോൾ അവൻ ജോബ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എടുക്കട്ടെ, ജോബ് എടുത്തു. അവൻ അതിനകത്ത് കയറുന്നു. ആക്ച്വലി അവൻ ഞാൻ കയറും. ഗുഡ് ബോയ്. ഓക്കെ, ഇവൻ ഏത് ജോബ് എടുത്തു? ജോബ് നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. പറയുന്നതൊന്നും വരുന്നോണ്ടെന്ന് തമ്മിൽ അറിയാം. ഓക്കെ, ഇനിയിപ്പോ ഇവനെയും കൂടെ ഇതുപോലെ കേട്ടിട്ടെ. ഇവനെയും കൂടെ ഒന്ന് ചെയ്ത് കൂടെ കയറണമല്ലോ. എന്റെ ഇതിനകത്ത് ഇങ്ങനെ ആൾക്കാർ ഇരുന്നോളും. മക്കളാവുമ്പോഴാണ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്, എല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്. നാളെ ഇപ്പഴത്തേക്ക് വരുമ്പോ തീർന്നു കേട്ടാ, എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഇരിക്കണ്ട, എനിക്ക് ഇനി പുറത്ത് എടുക്കാൻ മേല. നമ്മളൊരുത്തിനെ കൊണ്ട് കയറാനില്ല, പക്ഷെ അവന് ജോലി. ഓക്കെ, അടുത്തവനെ ഇതുപോലെ ആയിട്ടാം. നമുക്കൊന്നുമില്ല, നമ്മളെ കണ്ടിട്ടില്ല. ഇവിടെ വില്ലേജറിന് ജോലി ഇല്ല, തിരിച്ചാണോ വെക്കേണ്ടത്? എന്താ പറ്റിയാട്ടോ ഇവിടുത്തെ വില്ലേജറിന് ജോലി എടുക്കുന്നില്ല? ജോലി എടുക്കാം. ഞാൻ ജോലി എടുക്കൂല. വൈ? അപ്പുറത്ത് ഞാൻ ഇങ്ങോട്ട് ഇരുന്നാളിരിക്കുന്ന. ഇപ്പൊ സെറ്റ് ആയിട്ട്
അയ്യോ അയ്യോ അങ്ങോട്ട് കയറല്ലേ. ഇനി പോയി ജോലി എടുക്കാം. ഇനി ജോലി എടുക്കാൻ പറ്റില്ലേ? ജോലി എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. തൽക്കാലം ഞാനിപ്പോ ഇങ്ങോട്ട് ഫോട്ടുവാണ്. ഇത് മതി തൽക്കാലം. ഇതാകുമ്പം അമ്മരെ സോംബീസ് ഒന്നും മതി പിടിക്കൂല. കാരണം ജസ്റ്റ് ഒന്ന് ഇവന്മാരെ നടച്ചു കൊടുക്കണം. ഇങ്ങനെ ഞാൻ കുറച്ച് ഒരു ശരിയായിട്ടുള്ള രീതിയിലല്ല ഞാൻ നിൽക്കുന്നത്. അതാണ് ഇത്തിരി ഓവറായിട്ട് ഇത് വരുന്നത് എനിക്കറിയാം. പക്ഷെ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങളൊന്ന് ഇങ്ങനെ സമാധാനത്തോടെ കാണേണ്ടി വരും. കാരണം ട്വിറ്ററിലേക്ക് ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഞാൻ അന്നത്തെ ദിവസത്തെ തന്നെ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പം അത് കാരണം ഇങ്ങനെ വരത്തുള്ളൂ. സോറി ഫോർ ദാറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതും കൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇല്ല കാരണം കേറ്റാം. വീട്ടിൽ പറഞ്ഞ നമ്മളെ പരിപാടി കഴിഞ്ഞു. അവനും കറി. ശിവൻ ജോബ് എടുത്തില്ല കേട്ടാ. ഞാൻ ജോബ് എടുക്കാത്ത എന്താ? അയ്യോ നീ എന്താ ജോബ് എടുക്കാത്ത? നിനക്ക് ഇതന്നെ എടുത്തില്ല. ഓക്കെ, അപ്പൊ അതിന് ജോലി എടുക്കത്തില്ല. അതിന് ജോലി എടുക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇത്രയുള്ള പരിപാടി. ഇതിനകത്ത് ഇപ്പം പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവന്മാരെ സോംബീസ് ഒന്നും പിടിക്കൂല. ബിക്കോസ് ഇതിനകത്ത് ആയത് കാരണം ഒരിക്കലും പിടിക്കത്തില്ല. വന്നാ തിരിച്ചു ഇതിന്റെ ജോലി ഞാൻ പിരിച്ചിട്ടല്ലേ. അപ്പോ ഓക്കെ, ഇമാരെ ജോലി ഇമാരെ ജോലി എന്നൊക്കെ ഇമാരെ ഇനിയിപ്പം മറ്റേ സോംബീസ് ഒന്നും പിടിക്കൂല. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം മാക്സിമം ഇത് ഇച്ചിരി എഫേർട്ട് ആയിട്ട് എടുക്കുന്ന സാധനങ്ങളാണ്. അയ്യോ മഴ ചാവ് നിനക്കൊന്നും അടുത്തുള്ള. ഓക്കെ സെറ്റ്. ഒന്നുകൂടെ നോക്കട്ടെ. ഛേ, എനിക്ക് എന്തോ പറ്റിയേ സത്യം പറഞ്ഞാൽ. എനിക്ക് മൈൻഡ് ഒട്ട് ശരിയല്ലാത്ത കാരണമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. പോയി കാട്ടിക്കാറാ. ആക്ച്വലി മറ്റേ ജോലി എടുത്തല്ലായിരുന്നു. അവന് ആക്ച്വലി ജോലി എടുത്തായിരുന്നു കേട്ടോ. ഇവനല്ല മറ്റവൻ. നമ്മള് ഞാൻ സാധനത്തൊന്ന് മാറ്റിയിട്ടേ ഒന്നുകൂടെ വെച്ചോക്കട്ടെ. ലെഫ്റ്റ് ആണ്. എന്നിട്ട് ഇവൻ എടുക്കുമോ നോക്കാം. കാരണം മറ്റേ ജോലിയിലുള്ള കാരണമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കേട്ടെ അവനും ജോലി കടാ എടുക്കും. ജോലി എടുക്കും. എന്റെ പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ച പ്രശ്നമായിരുന്നു. ജോലി എടുത്തോളാം അവന്മാരെ. കാരണം മറ്റവൻ ഓൾറെഡി ജോബ് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതാണ് ജോബ് താമസിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല. സംഭവം തീർന്നു. ഇതിന്റെ പ്രത്യേകത എങ്കിൽ ഞാൻ ഇനിയെങ്കിലും പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇനിയിപ്പോ അവന്മാരും കൊല്ലാൻ പറ്റില്ല. മോക്ഷം അവന്മാരെ തൊടാൻ പറ്റില്ല. ആൻഡ് ലിറ്ററലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റ് വെച്ചെടുക്കാം. ഒരു നിർബന്ധമില്ല. ഇത്ര ഉള്ള പരിപാടി. ഞാൻ ഇതിന്റെ വേറൊരു അത്യാവശ്യം എഫിഷ്യന്റ് ആയിട്ടുള്ള സാധനമുണ്ട്. അത് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പം ഞാൻ കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ ട്രേഡ് ചെയ്യാനാണ്. ലൈക്ക് നമുക്കൊരു ക്യാരറ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊട്ടിച്ചിട്ട് അവന്റെ ജോലി പോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ജസ്റ്റ് ഒരു സെയിം സംഭവം തന്നെ വീണ്ടും ചോദിച്ചാൽ മതി. അപ്പൊ അവന്റെ ഇത് മാറും. അപ്പൊ ജോബ് എടുക്കുമ്പോ അവന്റെ യൂസ് ചെയ്യൂ. ആണോ അല്ലേ? ഓക്കെ, അല്ല അവൻ ജോലി യൂസ് ചെയ്യുമ്പോൾ അവന്റെ ഇത് മാറിക്കോളൂ. കണ്ട, അപ്പം ഞാൻ ഒന്നുകൂടെ പൊട്ടിക്കുന്നു. ആൻഡ് മോർ അപ്പം വയ്ക്കുന്നു. അതിൽ അവൻ ജോലി എടുത്തെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നേരെ അവൻ്റെ അടുത്ത് പോകുന്നു. ഇത് മാറും. ആൻഡ് ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടപ്പോ 20 വീറ്റും ബീട്രൂട്ടും ആണ് ഇതിനകത്തുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നു. സെയിം സാധനം നിങ്ങൾ വീണ്ടും ഒരു കമ്പോസ്റ്റ് എടുത്ത് വെച്ചെടുക്കുന്നു. അതിന് ജോലി എടുത്ത് ഉറപ്പ് വരുത്തുന്നു. നോക്കുമ്പോൾ അതിനെ ഒന്ന് കാട്ടിയാക്കണ്ട, അത് മാറിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ മാറി മാറി വരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തേച്ചാൽ മതി. കണ്ട, മാറി മാറി വന്നോളൂ. ഓക്കെ, സെയിം സാധനം ഇവിടെയും വരും. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് എമറാൾഡ് ഉണ്ടാക്കാം. ഈ സാധനങ്ങൾ ലൈക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റിക്ക് അങ്ങനെ സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ ആരോ എമറാൾഡ് കൊണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ലെക്ചർ ടേബിളിനകത്ത് ബുക്ക്
ഓക്കെ ചുമ്മാ നോക്കിയേക്കാം, നമുക്ക് ഒരു എഞ്ചിൻ അവൻ എന്താ തരുന്നത് നോക്കാം. എമറാൾഡ് ഞാൻ 20 ഓക്കെ എന്താ അവന് വേറെന്താ വേണ്ട? ഓ ബുക്കും വേണം, ബുക്കും ഇതും കൂടെ കൊടുത്തവൻ ഇതാക്കി തരും. ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ബുക്ക് അവൻ്റെ അടുക്ക ബുക്കും ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ റീച്ച് 3 ഉള്ളണം. ഓ അത് ആക്ച്വലി വരും കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതും പൊട്ടിച്ചിട്ട് സെയിം സംഭവം ഇവിടെയും ചെയ്യാം. ജോലിയെടുത്ത കൊന്നോളാം, അവൻ ജോലി എടുത്തു. സിമ്പിൾ. റിപ്പീറ്റിംഗ് ഇറ്റ്. അവൻ ജോലി എടുത്തിട്ടാണ്. ഓക്കെ ഇത് പോയിട്ടേ കുറച്ച് സമയം എടുക്കും. അവൻ്റെ ആ ജോലി പോകാൻ വേണ്ടി സമയം എടുക്കും. അതിപ്പം മാറുന്ന നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് കൊടുക്കുക, കാരണം അവൻ്റെ ജോലി ഇതുവരെ പോയിട്ടില്ല. സോ നമുക്കവിടെ വെയിറ്റ് ചെയ്യുക. എന്റെ ജോലി മാറും, കാരണം ലെക്ചർ എന്ന് പറഞ്ഞ സാധനം ഇച്ചിരി കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള റേറ്റ് ആണ്. അത് കാരണമാണ് ഇവനെ ജോലി പോകാൻ താമസം എടുക്കുന്നത്. അതാണ് നമുക്ക് നേരത്തെ വെച്ചിട്ട് മറ്റേ ജോലി എടുക്കാഞ്ഞത്. സോ ലിറ്ററലി ഞാൻ ഇവിടെ ചുമ്മാ വെച്ചെടുക്കുന്നു. ഇതിനകത്ത് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല, കാരണം സെയിം സാധനമായിരിക്കും വരുന്നത്. ബ്രീച്ച് 3 എമറാൾഡ്. ഓക്കെ ആൻഡ് ഇവിടെയും ഇതൊക്കെ തന്നെയാണ്, രണ്ടേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് മറ്റേ സാധനത്തിന്റെ പേരെന്തായിരുന്നു? അയ്യോ അതിന്റെ പേര് ഞാൻ പറഞ്ഞു, അതിനകത്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല എനിക്ക്. എവിടെ ബ്രീയിങ് സാൻഡ്, ഇത് വെച്ച് നിങ്ങൾക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. നോക്ക് ഇവനെ ഇവിടെ തന്നെ കമ്പോസ്റ്റ് അല്ലേ ഉള്ളത്. നമുക്ക് വിട്ടിട്ട് കമ്പോസ്റ്റ് മാറ്റി ഇങ്ങോട്ട് വിട്ട് നോക്കാം. അവനത് എടുക്കും. ഇതിനൊക്കെ എളുപ്പം അവന്മാരെടുക്കും. ആൻഡ് ഇവന്റെ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ലൈക്ക് കാര്യമൊന്നുമില്ല. എടുക്കുന്നു ക്ലറിക്കാണ്. ഇവനെ ജസ്റ്റ് ലൈനപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അടുത്ത വെക്കും. ആൻഡ് നിങ്ങൾക്ക് ഇൻ കേസ് ഇത് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഇതൊക്കെ ഇവന് ജോബ് പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. അടുത്തവൻ്റെ ഇതിനകത്ത് പോയിട്ട് അടുത്തവൻ എന്താണെന്ന് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പെക്ട്രം അല്ല സ്മിത്തിങ് ടേബിൾ ഞാൻ വച്ചിട്ടില്ലല്ലോ. ഓക്കെ നമുക്ക് ഇവിടെ എടുത്ത് സ്മിത്തിങ് ടേബിൾ വെച്ച് കൊടുക്കാം. ഓക്കെ എടുക്കോ സ്മിത്തിങ് ടേബിൾ എടുത്തു. അവൻ ആർമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഇത് നിങ്ങൾക്ക് അവന്റെ ലെവൽ ഇത്ര ഉണ്ടാക്കുള്ളൂ. അവനെ ഡെവലപ്പ് ചെയ്ത് മാറ്റണം. അതിന്റെ ഇത് രണ്ടും മാറിയിട്ടില്ല കേട്ടോ. എനിക്കൊന്ന് ബ്രൂയിങ് സാൻഡും ഇതിന് നല്ല ഇതാണ് അവന്മാർക്കുള്ളത്. അതായത് മറിക്കണ്ട ജസ്റ്റ് മാറ്റി കൊടുത്തില്ല. ഇങ്ങനെ അയ്യോ അവന്റെ മൈൻകാട്ട് കൂട്ടി നോക്കാം. സീനില്ല. അപ്പൊ ഇത്ര ഉള്ള പരിപാടി. അപ്പം തൽക്കാലം അവന്റെ മൈൻകാട്ട് പൊട്ടിസ്ഥിതിക്ക് നമുക്ക് ഇവിടെ ചെറുക്കാൻ വീഡിയോ അവൻ പോകത്തില്ല. അതെനിക്ക് ഉറപ്പില്ല, കാരണം ഇവൻ ഇത് പൊട്ടിച്ചാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ പറ്റും, പക്ഷെ ഞാൻ ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നു. കാരണം നമുക്ക് ഇവന്മാരെ മാറ്റണമെങ്കിൽ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് താഴെ ഇട്ടു അല്ലെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ട്രെയിനിങ് ഹാൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് ഷെയർ ചെയ്യുക. 179 സബ്സ്ക്രൈബേഴ്സ്. ഒരാളാരാണ് നിങ്ങൾ വെറും 170 ഒരാളും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് 180 ആവും. 20 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആവും. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ ഡിസംബറിനുള്ളിൽ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളായിട്ട് നടത്തുവാൻ അത്രയ്ക്ക് ഇത്, കാരണം ഞാനിടുന്ന വീഡിയോസിനൊക്കെ ഒരു എന്തായാലും 200 മോളി വ്യൂസ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ 150 മോളി വ്യൂസ് പോകുന്നുണ്ട്. അതിനകത്ത് 90% ആൾക്കാരും എനിക്ക് ഞാൻ സൈഡിൽ കാണിച്ചു തരാം എത്ര ശതമാനമാണ്. എനിക്കൊന്ന് ഇപ്പം കറൻ്റ്ലി ഞാൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ എന്തോരായെന്ന്. ഇപ്പോൾ നോക്കുമ്പോൾ കറൻ്റ്ലി, അതായത് ഇന്ന് ഞാൻ പറഞ്ഞത് സെയിം ഡേറ്റ് ഇപ്പം സമയം 3 മണിയായി. അത്രേ ഉള്ളൂ വ്യത്യാസം. 3 മണിക്കൂർ കഴിയുമ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ എന്തൊക്കെ വ്യത്യാസമെന്ന് നമ്പർ അറിയാം. അല്ല വലിയ വ്യത്യാസമൊന്നും എൻ്റെ ചാനൽ വരാനില്ല. അപ്പം തൽക്കാലം ഞാനിപ്പം എന്താണ് അനലിറ്റിക്സിനകത്ത് കാണിച്ചിരിക്കുന്നത് ഞാൻ പറയാം. എൻ്റെ ഓഡിയൻസ് എവിടെ? വാ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് 95% ആൾക്കാർ. ഒന്നേ പോലെ എന്ത് കഷ്ടമാണെന്ന് നോക്കി എൻ്റെ അവസ്ഥ. ഇത് വൃത്തികെട്ടാൻ പറയണം നീയൊക്കെ. ഈ 98.5% ആൾക്കാരും ഭൂലോക മണ്ടന്മാരും മടിയന്മാരുമാണ്. നിങ്ങൾക്കൊന്നും പോകാനില്ല. അങ്ങനത്തെ ഒരു സാധനം സബ്സ്ക്രൈബ് കിട്ടുമെന്ന് പറഞ്ഞു ഒന്നും പോകാനില്ല. സീരിയസ് ആയിട്ട് നിങ്ങൾക്കൊന്നും പോകാനില്ല. അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാണ്ട് പോകരുത്, അത് പറയാം. അത് ചെയ്യാണ്ട് പോയാൽ മോശമാണ്, ഭയങ്കര മോശമാണ്. ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യാറില്ല. ഞാൻ വീഡിയോസ് ഒന്നും കമന്റ് ചെയ്യാറില്ല. അതെന്ത് പരിപാടി? കമന്റ് ചെയ്യൂ. കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടെ ചോദിക്കാൻ ഞാനത് ചെയ്തു തരുന്നതായിരിക്കും.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ നിങ്ങൾ കൂട്ടുകാരും കൂടി വീഡിയോ ഷെയർ ചെയ്യുക. വിത്ത് ദാറ്റ് ബീങ് സെഡ്, ഈ വിത്ത് ഗെയിമർ സൈനിങ് പീസ് ആൻഡ് വിസ് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.